ഹായ് ഹലോ. ഇന്ന് നമ്മുടെ വീഡിയോ കുറച്ച് കിച്ചൺ ടിപ്സാണ്. എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന കുറച്ച് കിച്ചൺ ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒരു ക്ലീനിങ് ടിപ്പാണ്. നമ്മുടെയൊക്കെ വീടുകളിലെ സ്വിച്ച് ബോർഡ് മിക്കവാറും ഇതുപോലെ അഴുക്ക് പിടിച്ചാണ് ഇരിക്കാറ്. പ്രത്യേകിച്ചും കുട്ടികളുള്ള വീടുകളിൽ. അതുപോലെ തന്നെ നമ്മൾ ബാത്റൂമിനോട് ചേർന്നുള്ള സ്വിച്ച് ബോർഡും ഇതുപോലെ പെട്ടെന്ന് അഴുക്ക് പിടിക്കാറുണ്ട്. അതെങ്ങനെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാമെന്നതാണ് ആദ്യത്തെ ടിപ്പ്. അതിനായി നമുക്കിതുപോലൊരു കോൾഗേറ്റിൻ്റെ പേസ്റ്റ് എടുത്തിട്ട് നമുക്കിതുപോലെ സ്വിച്ച് ബോർഡിൽ നല്ല പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എവിടെയൊക്കെയാണോ അഴുക്കുകളുള്ളത് അവിടെയൊക്കെ നമുക്കിതുപോലെ കൈ ഉപയോഗിച്ചിട്ട് നമുക്ക് കോൾഗേറ്റിൻ്റെ ആ ഒരു പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മളൊരു 5 മിനിറ്റ് നേരം അതുപോലെ തന്നെ ലീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്തിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ളൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് വളരെ ജെൻറ്റിലായിട്ട് നമുക്കൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം തന്നെ നമുക്ക് കാണാൻ അഴുക്കുകളൊക്കെ നല്ലതുപോലെ ഇളകി വരുന്നത്. ഈ ഒരു രീതിയിലാണ് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മുടെ അഴുക്കുകൾ ഏകദേശം പോയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ഉണങ്ങിയ ഒരു കിച്ചൺ ടവൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള കോൾഗേറ്റിൻ്റെ പേസ്റ്റൊക്കെ നല്ലതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ സ്വിച്ച് ബോർഡ് കണ്ടാൽ നമ്മുടെ സ്വിച്ച് ബോർഡ് പുതിയതുപോലെ ഇരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളിതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണേ. ഇപ്പം നോക്കിയാൽ നമ്മുടെ സ്വിച്ച് ബോർഡ് പുതിയതുപോലെ തന്നെ ഇരിക്കണില്ലേ. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണേ. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഒട്ടുമിക്ക വീട്ടമ്മമാരുടെയും ഒരു തലവേദനയാണ്. ഡാൽ വേവിച്ച് കഴിഞ്ഞാൽ അത് മൊത്തം ചീറ്റി പുറത്ത് പോയിട്ട് പിന്നെ നമ്മൾ കുക്കറും സ്റ്റൗവും ഒക്കെ ക്ലീൻ ചെയ്യുവാൻ ഒരുപാട് ടൈം വേണ്ടി വരും. ഇനി അങ്ങനെ ബുദ്ധിമുട്ടേണ്ടതില്ല. നമുക്ക് ഇതുപോലൊന്ന് ഡാലൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു കുക്കറിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഡാലും വെള്ളവും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകും ഒക്കെ ഇട്ടതിന് ശേഷം അതിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നത് ഒരു ചെറിയ പാത്രമാണ്. ആ പാത്രം വെച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചിട്ട് നമുക്ക് ഡാൽ വേവിച്ചെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വിസിൽ വന്നാലും നമ്മൾ വിസിൽ പുറത്തേക്ക് പോവുകയില്ല. ഇപ്പം നോക്കിയ വിസിൽ വന്നതിന് ശേഷവും നമ്മുടെ പ്രഷർ കുക്കറിൽ നിന്ന് ഡാലൊന്നും ചീറ്റി പുറത്തേക്ക് പോയിട്ടില്ല. ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അധികമുള്ള വെള്ളമൊക്കെ ആ ഒരു പാത്രത്തിലുണ്ടാകും. ഇനി നമുക്ക് ആ ഒരു വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഡാൽ കറി നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന പോലെ തയ്യാറാക്കിയെടുത്താൽ മതി. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? നമ്മുടെ അടുത്ത ടിപ്പ് ഉരുളൻകിഴങ്ങ് വേവിക്കുന്നതാണ്. നമ്മൾ സാധാരണ ഉരുളൻകിഴങ്ങ് വേവിക്കുമ്പം കുക്കറിൽ കുറച്ച് വെള്ളമെടുത്ത് അതിലേക്ക് നമ്മൾ ഉരുളൻകിഴങ്ങ് ഇട്ട് വേവിക്കാറാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ വേവിക്കുമ്പോൾ ഉരുളൻകിഴങ്ങിനുള്ളിൽ വെള്ളമൊക്കെ കയറിയിട്ട് നമുക്ക് ആ ഒരു ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോവും. ഇനി അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഇതുപോലെ നമുക്കൊരു പാത്രത്തിലേക്ക് ഉരുളൻകിഴങ്ങ് വെച്ചിട്ട് നമുക്ക് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കുകയാണെങ്കിൽ ആ ഉരുളൻകിഴങ്ങിനുള്ളിൽ വെള്ളം കയറി പോവുകയില്ല. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഉരുളൻകിഴങ്ങിൻ്റെ ആ ഒരു ടെക്സ്ചർ അതുപോലെ തന്നെ കിട്ടുകയും ചെയ്യും. ഞാനിപ്പോൾ അതൊന്ന് എടുത്ത് കാണിച്ചു തരാം. ഇതുപോലെ നമുക്ക് നല്ല രീതിയിൽ ഉരുളൻകിഴങ്ങ് കുക്കായിട്ട് കിട്ടും. നമ്മുടെ അടുത്ത ടിപ്പ് ചെറിയ ഉള്ളിയുടെ തോല് പെട്ടെന്ന് എങ്ങനെ കളഞ്ഞെടുക്കാമെന്നുള്ളതാണ്. നമ്മൾ കടലക്കറി വെക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ഉള്ളി തീയലൊക്കെ വെക്കുമ്പോൾ കുറച്ചധികം ചെറിയ ഉള്ളി നമുക്ക് ഇതുപോലെ തോല് കളഞ്ഞെടുക്കേണ്ടതായിട്ട് വരും. പക്ഷേങ്കിൽ നമുക്ക് ഭയങ്കര മടിയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെ കളഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. അതുപോലെ തന്നെ ഒരു പന്ന സ്മെല്ല് നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാകാറുണ്ട്. ഇനി അങ്ങനെ ഒരു ബുദ്ധിമുട്ടും നമുക്കുണ്ടാകില്ല. അതിനായിട്ട് ഇതുപോലെ ഉള്ളിയുടെ 2 ഭാഗവും നമ്മുടെ ആ ഒരു തലയുടെ ഭാഗവും താഴ്ഭാഗവും ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ചൊരു വെള്ളത്തിലേക്ക് ഒരു അരമണിക്കൂർ നേരം ഇട്ടതിന് ശേഷം നമ്മൾ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് റബ്ബ് ചെയ്തെടുത്താൽ മതി. ഒരുമാതിരിപ്പെട്ട ഉള്ളിയുടെ തോലൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ പോയി കിട്ടും. ബാക്കിയുള്ളത് നമുക്ക് കൈ ഉപയോഗിച്ചൊന്ന് വളരെ സിമ്പിളായിട്ട് കളഞ്ഞെടുക്കാൻ പറ്റും. ഇങ്ങനെ കുറച്ച് നേരം നമ്മൾ ഉള്ളി വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ നമ്മൾ പിന്നീട് ഉള്ളി അരിയുമ്പോൾ നമ്മുടെ കണ്ണുനീര് വരത്തില്ല. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉള്ളി അരിഞ്ഞെടുക്കാനും പറ്റും. ഇത് നമുക്ക് സവാളയൊക്കെ അരിഞ്ഞെടുക്കുമ്പോഴും ഈ ഒരു ടിപ്പ് ഉപയോഗിക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ എത്ര ഉള്ളി വേണമെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ തോല് കളഞ്ഞെടുക്കാവുന്നതാണ്. അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ?
നമ്മുടെ അടുത്ത ടിപ്പ്, മഴക്കാലമൊക്കെ ആകുമ്പോൾ നമ്മുടെ മസാലക്കൂട്ടുകളിൽ അതുപോലെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയിലൊക്കെ ഇതുപോലെ കട്ട കെട്ടാറുണ്ട്. എന്നിട്ട് നമ്മളത് ആ മുളക് പൊടിയൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് ചീത്തയായി പോകും. ഇനി അങ്ങനെ ഉണ്ടാകില്ല. അതിനായിട്ട് നമുക്ക് ആ മുളക് പൊടിയൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഡപ്പയിൽ ഇതുപോലെ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ അടച്ച് വെച്ചാൽ ആ കട്ട കെട്ടുന്ന പ്രോബ്ലമൊക്കെ പോയിട്ട് നമ്മുടെ മസാല കുറേ അധികം കാലം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ മസാല ഡപ്പകളിലൊക്കെ ഇതുപോലെ കട്ട കെട്ടി പൂത്തു പോകാതെ നിങ്ങൾ ഇതുപോലെ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. കുപ്പിവളകൾ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാകില്ലല്ലേ? പക്ഷേ നമ്മൾ ആഗ്രഹിച്ച് വാങ്ങിച്ച കുപ്പിവളകൾ കയ്യിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകും. ഇനി നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതിനായിട്ട് നമ്മൾ ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിന് ശേഷം നമുക്കത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അതിലേക്ക് നമുക്ക് കുപ്പിവളകളിട്ട് ഒരു 5 മിനിറ്റ് അതുപോലെ ഒന്ന് വെച്ചേക്കാം. ഇങ്ങനെ ചെയ്താൽ നമ്മളെ കുപ്പിവളകൾ കയ്യിലിടുമ്പോൾ കുറച്ച് കൂടുതൽ ഡ്യൂറേഷൻ നമുക്ക് കുപ്പിവളകൾക്ക് കിട്ടും. അപ്പം നിങ്ങൾ കുപ്പിവളകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയണേ. അപ്പോൾ ഈ വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. ഒപ്പം തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ടേക്ക് കെയർ. ബൈ.